Hi friends, welcome back. It's me Kunju. പുതിയതായി വന്നവർക്ക് എന്നെ അറിയുന്നതല്ല, മൈ നെയിം ഈസ് ഋഷികേഷ്. ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരിക്കും. കാരണം വെച്ചാൽ ഞാനിപ്പോൾ തമിഴ്നാടായിട്ട് പെട്ടെന്ന് ഞങ്ങൾ തമിഴ്നാട് എത്തിയെന്ന് വെച്ചാൽ ജസ്റ്റ് വൺ ഡേ ഒരു ചെറിയൊരു ടൂറ്, അതേപോലെ അഡ്മിഷൻ, അതേപോലെ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കോയമ്പത്തൂരാണുള്ളത്. കോയമ്പത്തൂർ എൻ്റെ ഏട്ടൻ ഡിഗ്രി കഴിഞ്ഞു, ഇനി PG വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏട്ടന് കിട്ടിയത് കോയമ്പത്തൂരാണ്, തമിഴ്നാട്ടിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ബുധനാഴ്ചയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ഞാനിപ്പോൾ ക്യാമ്പസിൻ്റെ ഗ്രൗണ്ടിന് നടുക്കാനുള്ളത്. നമ്മളിങ്ങോട്ട് എങ്ങനെ എത്തിയെന്ന് ആദ്യം കണ്ടിച്ചാൽ ഓക്കെ. പുലച്ചക്ക് 1 മണിക്കായിരുന്നു നമ്മുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്. കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂരേക്ക് ഏകദേശം 6-6.5 മണിക്കൂറിൻ്റെ അടുത്ത് യാത്രയുണ്ട് ട്രെയിനിൽ തന്നെ. പക്ഷേ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘട്ടിൻ്റെ അടുത്ത് താഴ്വരയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളി വ്യൂസ് ആയിരുന്നു ട്രെയിനിൽ കാണുന്നത്. പോരാണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നുള്ള പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ സ്ലീപ്പറിൽ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല, ജനറലാണ് കയറിയത്. ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും അത്യാവശ്യം ഇരിക്കാനും കിടക്കാനുള്ള രീതിയിൽ പറ്റിയിരുന്നു. നമ്മൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ തന്നെ നമുക്ക് പുഴ കാണാൻ പറ്റും, കാട് കാണാൻ പറ്റും, അതേപോലെ മല, കുന്ന്, മഞ്ഞ്, കോടമഞ്ഞ് എല്ലാം ഫുൾ ആസ്വദിച്ചിട്ട് അടിപൊളിയായിട്ട് പോകാൻ പറ്റല്. അത്രയ്ക്ക് രസമാണ് ഈ വെസ്റ്റേൺ ഘട്ടിലേക്കൂടെ ട്രെയിനിൽ പോകുമെന്ന് പറഞ്ഞാൽ. അങ്ങനെ നീണ്ട 7 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിൽ ഇറങ്ങി. ഇതാണ് അവിടുത്തെ അണ്ടർഗ്രൗണ്ട് ഫുട്പാത്ത്. മുകളിൽ കൂടിയാണ് ട്രെയിൻ പോകുന്നത്. നമ്മൾ ഇറങ്ങിയത് 3rd പ്ലാറ്റ്ഫോമിലാണ്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അവിടെ 7-7:30 മണിൻ്റെ ടൈമിൽ അവിടെ എത്തി. ഇവിടുത്തെ മതിലിനൊക്കെ അവരെ കൾച്ചറും അതുപോലെ ജല്ലിക്കെട്ട്, അവരുടെ ഡ്രസ്സിങ് കാര്യങ്ങളെല്ലാം കുറിച്ചുള്ള ചിത്രങ്ങളും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു അമ്പലം പോലെയാണ്. പല രീതിയിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പഴയ ട്രെയിനിൻ്റെ എൻജിൻ ഷോക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. തമിഴ്നാട്ടിലെ 2ാമത്തെ വലിയ നഗരമാണ് കോയമ്പത്തൂർ. വളർന്നു വരുന്ന ഈ നഗരം നഗരവൽക്കരണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ 15ാം സ്ഥാനത്താണ്. പിന്നെ നമ്മൾ അവിടെ നേരെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം അവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ഓരോ ബസ്സിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടാകും. അതായത് 3E, അതുപോലെ 101, 96, 7C, അങ്ങനെ ഓരോ ബസ്സിനും ഡെയിലി കാണുന്ന പോലെ 75 അങ്ങനെ ഓരോ ബസ്സിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടാകും. അപ്പം നമുക്ക് നെഹ്റു കോളേജിൻ്റെ അടുത്തേക്ക് പോകേണ്ട ബസ്സിൻ്റെ നമ്പർ 3E ആണ്. അപ്പോൾ നമ്മളങ്ങനെ ബസ്സിൽ കയറി. രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രമായ കോയമ്പത്തൂർ അറിയപ്പെടുന്നത് തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടയിലാണ് കോയമ്പത്തൂർ ഒരു നഗരമെന്ന നിലയ്ക്ക് ഇത്രയേറെ വളർന്നത്. അതിവേഗത്തിൽ വളരുന്ന നഗരമാണെങ്കിലും തമിഴ് സംസ്കാരത്തിൻ്റെ തെളിമയേറിയ ചിത്രങ്ങൾ ഇപ്പോഴും ഇവിടെ കാണാൻ കഴിയും. നമ്മളങ്ങനെ കോളേജ് സ്റ്റോപ്പിൽ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോളേജ് സ്റ്റോപ്പിലേക്ക് നല്ല ദൂരമുണ്ട്. ഒരാൾക്ക് ബസ്സിൻ്റെ ടിക്കറ്റ് വെറും 6 രൂപ അടുത്തിന്.
അങ്ങനെ ഞാനും അച്ഛനും അമ്മയും ഏട്ടനും കൂടിയിട്ട് 24 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമ്മുടെ പയ്യന്നൂർ ഇപ്പോൾ ഒരാൾക്ക് തന്നെ 13 രൂപേൻ്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ കോളേജ്, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോയമ്പത്തൂർ. ക്യാമ്പസും അടിപൊളിയാണ്, അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ക്യാമ്പസും. പിന്നെ നല്ല ആംബിയൻസും അതുപോലെ സൈലൻസ്, തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ മരങ്ങളും അതുപോലെ ഫുട്ബോൾ കോർട്ട്, വോളിബോൾ കോർട്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ക്യാമ്പസ് തന്നെയായിരുന്നു അത്. ഞാനിപ്പോൾ തമിഴ്നാട് കോയമ്പത്തൂരിലെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായില്ല. ദൂരം കാണുന്നുണ്ട്, അത് പോസ്റ്റ് ഇടണം. അത് നമ്മളെ സ്വന്തം കൊക്കോൻ്റെ പോസ്റ്റാണ്, കാണുന്നില്ലേ? നമ്മളെ ഇതിപ്പോൾ സ്കൂൾ ഗ്രൗണ്ടാണ് കോളേജിൻ്റെ. ഫുട്ബോളും കാര്യങ്ങളും ഇവിടെ വേറെ വേറെ കോളേജ് വേറെ വേറെ ഇതുണ്ട്. ബാസ്കറ്റ് ബോളിൻ്റെ കോർട്ടുണ്ട്, വോളിബോൾ കോർട്ടുണ്ട്. ഇത് ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അവിടെ നമ്മളെ സ്വന്തം കൊക്കോൻ്റെ കോർട്ട്. ക്യാമ്പസ് അടിപൊളിയാണ്, ഉള്ളിലെല്ലാം കാണാൻ നല്ല അടിപൊളിയാണ്. അന്നത്തെ കാലത്ത് കുട്ടികൾക്കും പൊതുജനങ്ങൾക്ക് അപ്രാപ്യമായിട്ടുള്ളൊരു ഫീൽഡായിരുന്നു. അത് എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെറിയതായി തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ നെഹ്റു കോളേജ് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് അപ്ലൈഡ് സയൻസസ്. 1968 തുടങ്ങി. അന്ന് മുതൽ ഹി വാസ് എ റിയലി എ ഗ്രേറ്റ് വിഷണറി ആൻഡ് ഹി വാസ് എ ഗ്രേറ്റ് എഞ്ചിനീയർ, ഹി വാസ് എ ഗ്രേറ്റ് ഫിലോസഫർ, ഹി വാസ് എ ഗ്രേറ്റ് ടീച്ചർ ഓൾസോ. ഹി യൂസ് ടു ടീച്ച്. ഈ 54 വർഷം മുമ്പ് തന്നെ ഇവിടെ ഇപ്പോൾ 6 എയറോപ്ലെയിൻ ഉണ്ട് ഈ കലാലയത്തിൽ. ഈ കോളേജിൽ 6 എയറോപ്ലെയിൻ ഉണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്. അതുപോലെ ബാക്കി വേറെ എവിടെയും കിട്ടാത്തത്ര ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും. അപ്പോൾ കുട്ടികൾക്ക് ഇതിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ട്രെയിനിങ് ആണ് ഈ ഏവിയേഷൻ മേഖല, പ്രത്യേകിച്ച് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം. പകുതി തിയറി പകുതി പ്രാക്ടിക്കൽ. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് DGCA എന്ന് പറയും, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും 4-5 ലാബ്, വലിയ വിശാലമായിട്ടുള്ള ലാബുകളോട് കൂടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇപ്പോൾ എൻജിൻ മുതൽ എന്ത് വേണമെങ്കിലും ഡിസ്മാൻഡിൽ ചെയ്യാനും അസംബിൾ ചെയ്യാനുള്ള സൗകര്യം അടക്കം അദ്ദേഹം അന്നേ മുൻകൂട്ടി കണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഇന്ന് തുടങ്ങിയ ചെറിയ സംരംഭം ഇന്ന് 22ഓളം കോളേജുകൾ, ഇൻക്ലൂഡിങ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മുതൽ MBBS കോഴ്സ് മുതൽ എല്ലാം ഈ നെഹ്റു ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കീഴിലുണ്ട്. അത് 22ഓളം കോളേജുകൾ, 100-ൽ പരം ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഇപ്പോൾ ഏത് കോഴ്സ് ചോദിച്ചു കഴിഞ്ഞാലും ആ കോഴ്സ് നെഹ്റു ഗ്രൂപ്പിലുണ്ട്. അതാണ് അതിൻ്റെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. ഈയിടെയായിട്ട് നമ്മൾ സ്കൂളും തുടങ്ങിയിട്ടുണ്ട്, ഇൻ്റർനാഷണൽ സ്കൂൾ, നെഹ്റു ഇൻ്റർനാഷണൽ സ്കൂൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഇത് കൂടിയാണ്. ഇപ്പോൾ നമ്മളൊരു കുട്ടിയെ നഴ്സറിയിൽ ഇവിടെ ചേർക്കുകയാണെങ്കിൽ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനോ റിസർച്ചോ അല്ലെങ്കിൽ അല്ലെങ്കിൽ MBBS ആണെങ്കിൽ അതോ അല്ലെങ്കിൽ ലോ, എഞ്ചിനീയറിംഗ് എന്ത് വേണമെങ്കിലും കഴിഞ്ഞ ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് സ്കിൽഡ് പേഴ്സണായിട്ട് പുറത്തിറങ്ങാവുന്ന രീതിയിൽ വിഭാവനം ചെയ്തിട്ടാണ് ഇപ്പോൾ സ്കൂൾ മുതൽ ഏത് പ്രൊഫഷണൽ കോഴ്സും ഇവിടെ ചെയ്യാവുന്നതാണ്. ഇനി സ്പെസിഫിക് ടു ഈ ക്യാമ്പസ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് ആണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കോഴ്സ്. അദ്ദേഹം ആദ്യം തുടങ്ങി വെച്ചതും കാലെടുത്ത് വെച്ചതും ഈ മേഖലയിലാണ്. എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ്, അത് എയ്റോപ്ലെയിൻ മെയിൻ്റനൻസ്. ഒരു വിമാനം പറക്കുന്നതിന് മുമ്പേ ദാറ്റ് ഈസ് ടു ബി സർട്ടിഫൈഡ്. ആ വിമാനം ഫിറ്റ് ഇനഫ്, സേഫ് ഇനഫ് ആണോ എന്ന് പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യണം, റിലീസ് ചെയ്യണം എയർക്രാഫ്റ്റ്. അതിന് എഞ്ചിനീയറാണ് ചെയ്യുന്നത്. ആ കോഴ്സാണ് ഇവിടെ നടക്കുന്നത് മെയിനായിട്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. ഇവിടെ പഠിച്ച കുട്ടികൾ ഇപ്പോൾ 54 വർഷമായി. അതുകൊണ്ട് തന്നെ അക്രോസ് ദി ഗ്ലോബ്, എനിവർ, എനി എയർപോർട്ട് യു ഗോ, you will find Nehru College student working there. Lower most മുതൽ ദി സീനിയർ മോസ്റ്റ് മാനേജർ വരെ നെഹ്റു കോളേജിൻ്റെ അലുമിനീസ് അവിടെ വർക്ക് ചെയ്യുന്നു. ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരും ഉൾപ്പെടെയുള്ള രാജവംശങ്ങൾ കോയമ്പത്തൂർ ഭരിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ സ്ഥലം. നായക രാജവംശത്തിലെ രാജാവായിരുന്ന കോയൻ്റെ പേരിൽ നിന്നാണ് കോയമ്പത്തൂർ എന്ന തലനാമമുണ്ടായതെന്നാണ് കരുതുന്നത്. നഗരത്തിലൂടെ 7 പ്രധാന പാതകളും 3 ദേശീയ പാതകളും കടന്നുപോകുന്നുണ്ട്. സമീപ നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നുമെല്ലാം കോയമ്പത്തൂരിലേക്ക് ബസ്, ടാക്സി സർവീസുകളുണ്ട്. ബാംഗ്ലൂർ, മുംബൈ, ചെന്നൈ, കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിൽ നിന്നെല്ലാം ഇവിടേക്ക് ബസ് സർവീസുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 2 മണിക്ക് ശേഷം അവിടെ കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. മീൽസ് കഴിച്ചതിന് ശേഷം
നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിനായി ഇറങ്ങി അടുത്ത് ഓണമായല്ലോ. അപ്പോൾ ഓണത്തിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഷോപ്പിലൊക്കെ കയറി. കോയമ്പത്തൂർ സിറ്റിയിൽ തന്നെ സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വില കുറഞ്ഞ രീതിയിൽ ഡ്രസ്സും ചെരുപ്പുകളും അതുപോലെ സാധനങ്ങളും എല്ലാം നല്ല വിലക്കുറവിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഷൂ മേടിച്ചിരുന്നു. ഇപ്പോൾ കാണുന്നത് ഞാൻ ബസ്സിനുള്ളിലാണ്. രാത്രിയായി. ഇപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ലോണം രാത്രിയായി. ഇപ്പോൾ ബസ്സിനുള്ളിൽ തന്നെ TV ഒക്കെ വെച്ചിട്ട് സിനിമയാണ് ആ കാണുന്നത്. നമ്മളെ ഡോൺ സിനിമയില്ലേ, ആ ഡോൺ സിനിമയാണത്. തിയേറ്റർ ഫീലിംഗ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്. ബൈ ബൈ.